ബെല്ലില്ല, ബ്രേക്കില്ല, ഹെൽമെറ്റ് ഇല്ല, ബുക്കും പേപ്പറും ഇല്ല. ഇത് എന്തൊരു വണ്ടിയാ എൻ്റെ കൊച്ചിൻ്റെ വണ്ടി. എടാ മോനെ, ഇതിലൊന്നും ഇല്ലടാ ചുരുക്കം പറഞ്ഞ. ഇവനെ അല്ല, ഞാനൊന്ന് ഓടിക്കാനായിരുന്നു രാവിലെ, ഒരു എക്സർസൈസ് ആവുമല്ലോ, ഇച്ചിരി വണ്ണം കുറയ്ക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൊച്ചിൻ്റെ വണ്ടി എന്നെടുത്ത് ഓടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ നമുക്ക് കയറി ഇരിക്കാൻ ഒക്കത്തില്ല കേട്ടോ, നല്ല പൊക്കമുണ്ട് ഈ വണ്ടിക്ക്. നേരത്തെയൊക്കെ ഞാനിങ്ങനെ സൈക്കിൾ ചാരി വച്ചിട്ടും ഇതേപോലെ സൈക്കിൾ ചവിട്ടുമായിരുന്നു. എന്താ വണ്ണം കുറയ്ക്കാനെന്നും പറഞ്ഞു ഒത്തിരി നാൾ ഞാൻ ചവിട്ടി നോക്കി, ഇങ്ങനെ ഒരിടത്ത് വെച്ച്. അല്ലാതെ എനിക്കറിയത്തില്ല, ഇങ്ങനെ ചാരി വെച്ചിട്ട് വണ്ടി ഓടിച്ചു. പിന്നെ വണ്ടി സൈക്കിൾ ഇങ്ങനെ ഓടിക്കുന്നതല്ല, ഇങ്ങനെ ചവിട്ടുമായിരുന്നു കേട്ടോ, ചുമ്മാ അത്. അപ്പോഴിങ്ങനെ വണ്ടിക്കകത്ത് പണിഞ്ഞുകൊണ്ട് നിന്നാൽ മതി. ഞാൻ ഇങ്ങനൊന്ന് പണിയാൻ നോക്കിയത്, ഇവിടെ നിന്ന് സൈക്കിളൊന്ന് ഓടിക്കാൻ നോക്കിയത്. ബുക്കും പേപ്പറും ഇല്ല, എന്നെ ആരെങ്കിലും പിടിച്ചകത്തിടും കേട്ടോ. അതുകൊണ്ട് നമുക്ക് എടുക്കണ്ട, നമുക്കിവിടെ എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഇതാ, നീ അവിടെ നിന്നാൽ എനിക്ക് അറിയാനൊക്കത്തില്ല, നീ ഇവിടെ നിൽക്കേ. ആ അപ്പോഴേ ഇന്നലെ നമ്മൾ റാസ കാണാൻ പോയായിരുന്നു കേട്ടോ. അടിപൊളി റാസയായിരുന്നു കേട്ടോ. എല്ലാവരും കാണണം, അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വേണ്ടിയല്ല, ഈശോപ്പച്ചൻ ഈ കാണുന്ന എല്ലാവരെയും അനുഗ്രഹിക്കും. അപ്പോഴേ നിങ്ങൾക്ക് അനുഗ്രഹം വേണമല്ലോ, എനിക്ക് കിട്ടിയ അനുഗ്രഹം പോലെ നിങ്ങൾക്ക് അനുഗ്രഹമൊക്കെ കിട്ടണ്ടേ. അപ്പോൾ ഇന്നലത്തോടെ കൂടി നമ്മുടെ റാസ ഉത്സവത്തിൻ്റെ എല്ലാ പരിപാടികളും ഇന്നലത്തോടെ തീർന്നു. നമ്മുടെ ഇവിടുത്തെ ഉത്സവം പള്ളിയിലെ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇന്നലത്തെ അടിപൊളി റാസയായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും കാണാൻ 2 വിശിഷ്ട അതിഥികളുണ്ട്. പിന്നെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൂടെ പോയില്ല, ഞാൻ അവിടെ നിന്ന് കണ്ടത്. ഞാൻ ഇത്രയും നാൾ വെച്ച് റാസ നമ്മൾ കാണാൻ പോയെങ്കിലും ഇന്നലത്തെ റാസയായിരുന്നു അടിപൊളി റാസ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോഴേ ഈശോയുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോഴെൻ്റെ കൂട്ടുകാർക്കും വേണമല്ലോ ഈശോയുടെ അനുഗ്രഹം. അപ്പോഴെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ, അവരെ കാണണേ. ആ വിശിഷ്ട അതിഥികളെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ആനയില്ലായിരുന്നു, മറ്റേ 2 വിശിഷ്ട അതിഥികളെ കാണണം കേട്ടോ. എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് അതൊക്കെ ഒരു കൗതുകമാണ്, നമ്മുടെ ഈ നാട്ടിൻ പുറത്ത് അതൊക്കെ ഒരു കൗതുകമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ റാസയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഇന്ന് രാവിലെ ഞാൻ ഒരു ഷോർട്ട് ഇട്ടല്ലോ. എനിക്ക് ഒത്തിരി പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു ഷോർട്ടം ഇട്ടു. കിടക്കുന്നു ചട്ടിയും കലവും. ഇന്ന് നമ്മുടെ വീട് നിറച്ചും വിരുന്നുകാരായിരുന്നു. പിന്നെ എനിക്കൊരു സമാധാനമുള്ളത്, വീഡിയോ നമുക്ക് ഇന്നലത്തെ നമ്മുടെ റാസയുടെ കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നമ്മുടെ വീട് നിറച്ച് ഇന്ന് വിരുന്നുകാരുണ്ടായിരുന്നു, ചേട്ടത്തിയും ഒക്കെ വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട്, മക്കളും അവരെല്ലാം കൂടെ വന്നിട്ട് ഒത്തിരി ദിവസമായി. ഒത്തിരി മക്കളൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവരെ ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പോഴെല്ലാവരും കൂടെ വന്ന് അടിച്ച് പൊളിച്ച് എല്ലാവരും പോയി കേട്ടോ. അപ്പോഴൊത്തിരി സന്തോഷം നിങ്ങൾ വന്നതിന് എനിക്ക് കേട്ടോ. അപ്പോൾ ചുമ്മാ കള്ളി വീഡിയോ ഒന്നും കാണത്തുമില്ല. ഒരു അനിയത്തിക്ക് ഒരു ലൈക്ക് പോലും തരാത്തവളാ. എനിക്ക് നിന്നൊക്കെ എന്നോട് സ്നേഹം കൊണ്ടുകൂടി കളി, സത്യം പറ. എപ്പോഴും ഞാനേ വിളിക്കുമ്പോൾ ചോദിക്കും, നീ വീഡിയോ കണ്ടായിരുന്നോ? നീ അവിടെ ഫേഷ്യലൊക്കെ ചെയ്തെന്നിട്ട് നീ മിനിങ്ങിയില്ലല്ലോ നിന്ന് പറയുക. ഇന്ന് ആ കുശുമ്പി വന്ന് എന്നോട് പറയേ, പിള്ളേരെ ഞാൻ മിനിങ്ങിയിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞ് നേരിട്ട് കാണുമ്പോൾ ഇത്രയൊക്കെ മിനുക്ക് അല്ലടി എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ചേട്ടത്തി എന്നാലും ഞങ്ങൾ എടിപൊടി എന്നൊക്കെ എപ്പോഴും വിളിക്കും കേട്ടോ. അത് എല്ലായിടത്തും അതൊക്കെ തന്നെ. എന്നെ കളിയൊക്കെ ഇട്ട് പോവാം. ഞാൻ പറഞ്ഞു, ഇവിടെ ചൂട് കൂടുതലാടി 2-3 ദിവസം കൊണ്ട്, അതുകൊണ്ട് ഞാൻ കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അന്നത്തരം പിടിച്ച് നിൽക്കണ്ടേ കേട്ടോ. അത്രയ്ക്ക് ചൂട് കൂടുതലായിട്ടോ. അവർ വന്നപ്പോൾ ഇന്ന് പറയുകയും ചെയ്തു, എടി ഇവിടെ എന്തൊരു ചൂടാണ്. സത്യം ഭയങ്കര ചൂട് നമ്മുടെ ഇവിടെ, അവിടെ അത്ര ഇല്ലെന്ന്. ഞാൻ പറയുന്നത് വെറുതെ അല്ല കേട്ടോ. എന്ത് വെച്ച് പേനാണോ ഓടിപ്പോന്നെ? പേനൊന്നും അല്ല കേട്ടോ. ഈ വിയർപ്പ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നേരം ചൊറിച്ചിലാണ് നമുക്ക് കേട്ടോ. അപ്പോൾ
അപ്പോൾ പിന്നെന്താ, വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വീഡിയോ ഇങ്ങനെ കിടന്നതുകൊണ്ട് നമ്മൾ സമാധാനിച്ച് ഇവിടെ ഇരുന്ന് കുടുംബശ്രീ ഉണ്ടായിരുന്നു, നമുക്ക് VSSൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴും അടുത്ത മാസവും അടുത്ത ആഴ്ചയൊക്കെ ചിലപ്പോൾ ചേച്ചിമാരെ ഓടിച്ചിട്ട് അടിക്കുമെന്നാണ് തോന്നുന്നത്. സാരമില്ല, 10 രൂപ ഫൈൻ കൊടുത്താലും എനിക്ക് വിരുന്നുകാരെ കളയാൻ ഒക്കും നമുക്ക്. അവർ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് പറയാൻ ഒക്കുമോ? അപ്പോൾ എനിക്ക് കുടുംബശ്രീ ഉണ്ട്, എനിക്ക് മറ്റേ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറയാനൊക്കെ നിങ്ങളൊന്ന് പറ. പിന്നെ ഉള്ളതും കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ സുഭിക്ഷമായിട്ട് കഴിച്ച് സന്തോഷമായിട്ട് എല്ലാവരും പോയി കേട്ടോ. പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് എന്താ ശ്മശാന മൂകത. വിരുന്നുകാരൊക്കെ വന്നിട്ട് മറ്റേ ഭയങ്കര ബഹളമല്ലേ, എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമല്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അണ്ണന് സുഖമില്ല, ഹോസ്പിറ്റലിലായിരുന്നെന്ന്. പിന്നെ അണ്ണനിഞ്ഞ് വന്നു കേട്ടോ. രാവിലെ പോയി കണ്ടിട്ട് വന്നപ്പോഴാണ് വിരുന്നുകാർ വന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ റാസയുടെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകാം. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ റാസ നല്ലതായിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട റാസ ഇന്നലത്തെ. എല്ലാവർക്കും ഈ ഈശോയുടെ അനുഗ്രഹം ഉണ്ടാവും. ഈശോ അനുഗ്രഹിക്കട്ടെ നമ്മളെ എല്ലാവരെയും കേട്ടോ. നമുക്കപ്പോഴും വീഡിയോ കാണാൻ പോകാം കേട്ടോ.